ഞാൻ തിരിച്ചു വന്നത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ? അതിന് പറ്റിയത് എറണാകുളത്ത് നിൽക്കുന്നതാ. ഞങ്ങള് പാലാരിവട്ടത്തെ വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി പോവാ. അത് കൊള്ളാടാ. ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾ അവിടെ വെച്ച് മതി. നീ വന്നെന്ന് കേട്ടപ്പോഴാ മനസ്സൊന്ന് ഉഷാറായത്. അർച്ചനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഇതുപോലെ നീ എന്നെ പണ്ട് കൊണ്ടു നടന്നത് ഞാൻ മറന്നിട്ടില്ല. സുധി, നീ ഇപ്പോഴും മനസ്സ് വെച്ച അർച്ചനെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഒന്നിനും വേണ്ടിയല്ല, ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഞാൻ എറണാകുളത്തേക്ക് വരാം. എന്തിന്? നമ്മൾ നേരിട്ട് കാണുന്നുവെങ്കിൽ അർച്ചനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം എന്നോട് പറയാൻ നിനക്കുണ്ടാവണം. അതല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. ശരിയടാ, ഞാനത് പാലിക്കും. നിന്നെ കാണാൻ ഞാൻ വരുന്നത് അവളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളുമായിട്ടായിരിക്കും. എന്നാ നീ ഫോൺ വെച്ചോ. എനിക്കത് ചെയ്തേ തീരും. എവിടെ ഉണ്ടെങ്കിലും അർച്ചനെ ഞാൻ അവനെ കണ്ടെത്തി കൊടുക്കും. അപ്പൊ സുധി വന്നത് എന്നെ മോനെ ഉദ്ദേശിച്ചല്ല. അമ്പലത്തിൽ പോയിട്ട് എത്ര നേരമായി മക്കളെ? മണി 11:30 പോകുന്നു. ശ്യാമള രേവതിയുടെ കൂടെ കടയിലെന്തോ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞിട്ടല്ലേ അച്ഛൻ ഞങ്ങൾ പോയത്. പിന്നെ വരുന്ന വഴി പ്രമീള ചേച്ചിയെ കണ്ടു. വാച്ചറുടെ വീട്ടിലൊന്ന് കയറി. പ്രമീളെ എവിടെ വെച്ചാ കണ്ടത്? ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ. അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടാ. ഭർത്താവ് അന്യനാട്ടിലെ ജയിലില്, ഒരു മോനുള്ളത് ഇങ്ങനെ. കേസിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന് അവന്റെ അമ്മ അച്ചുവച്ചിയോട് യാചിച്ചു പറഞ്ഞു. ആശാനും ഇതേപ്പറ്റി എന്നോട് പറഞ്ഞു. തമിഴ്നാട് പോലീസിന് ആ ചെക്കനെ കൂടി ചെവളയുടെ ഒട്ടുമിക്ക കേസിലും കൂട്ടുപ്രതിയാക്കാൻ ഒരു നീക്കമുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, പലതരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഒരാളെ കൈ കിട്ടിയ പല വഴിക്കും അന്വേഷണം പോകും. അവനൊരു മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ചെവളയ്ക്ക് ഇവിടെ വന്ന് ഒന്നും ചെയ്യാനാവില്ലെന്ന് മനസ്സിലാക്കി അവനൊരു അടവ് കാണിച്ചതും ആവാം. അവന്റെ മനസ്സിൽ എന്തായാലും നമ്മളെ ക്ഷമിക്കാൻ ഒരു മനസ്സ് കാണിച്ചാ അവൻ രക്ഷപ്പെടും. അവന്റെ സ്വഭാവം നന്നാവുമെങ്കിൽ അത് നല്ലതല്ലേ? ആ അമ്മയ്ക്കും കുറച്ച് സമാധാനം കിട്ടും. മോള് പറയുന്നത് കേസിൽ നിന്ന് അവനെ ഒഴിവാക്കണമെന്നാണോ? അവനെ ശിക്ഷിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടാനാ? ഒരമ്മയുടെ തോരാത്ത കണ്ണീര് കാണണം. മക്കള് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അമ്മമാരാ. നമുക്ക് അവനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ചിറ്റപ്പ. സ്നേഹം കൊണ്ട് നമ്മൾ അവന് കൊടുക്കുന്ന ശിക്ഷയായിരിക്കും അത്. ഒന്നാലോചിച്ചാൽ മോള് പറയുന്നത് നല്ല കാര്യമാണ്. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. അവൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്യാം. അർച്ചനയ്ക്കൊരു രജിസ്റ്റേഡ് ഉണ്ട്. ഇത് തന്നെ എന്റെ മൂത്തപ്പോൾ അർച്ചന. അന്ന് വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇവിടെ ഒരു സൈൻ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണോ ചേച്ചി? ആയിരിക്കും മോളെ. ചിറ്റപ്പ, എനിക്ക് ജോലി കിട്ടി. എവിടെയാ ചേച്ചി പോസ്റ്റ്? പത്തനംതിട്ട ജില്ലയിലാ, റാന്നിയില്. 2-ാം തീയതി ജോയിൻ ചെയ്യണം. വാ മോളെ. വാമോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. ഇവിടുന്ന് പോയിട്ട് നിനക്കൊരു മാറ്റവും വന്നില്ലല്ലോ. എനിക്കെന്ത് മാറ്റം വരാനമ്മേ? നീ എത്തിയോ? എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ?
എറണാകുളത്തേക്കൊരു ട്രാൻസ്ഫർ ശരിയായി വരുന്നുണ്ട്. അത് തന്നെയാ ഞങ്ങളും ആഗ്രഹിച്ചത്. അവിടുത്തെ വീട് ഒടിഞ്ഞു കിടപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് താമസം മാറാം. അതേ മോനെ, കഴിഞ്ഞ മാസം വാടകക്കാർ ഒഴിഞ്ഞുപോയി. കുറച്ച് മെയിൻ്റനൻസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് വേറെ ആർക്കും കൊടുത്തില്ല. സത്യത്തില് നീ വരുമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു എനിക്ക്. പിന്നെ നിരഞ്ജനിക്ക് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ, അത് നല്ല കാര്യാ. വീട്ടിലൊരു സെർവന്റിനെ കൂടെ വെച്ചാ പോരെ. ആ, പിന്നെ അവള് മൂന്നാറിൽ അനുഭവിച്ച ഒറ്റപ്പെടലും ടെൻഷനും ഇനി ഉണ്ടാവരുത്. നിനക്ക് വേണ്ടിയാ അവള് കഥയറിയാതെ ആടിയത്. ഇനിയെങ്കിലും നീ കുറച്ച് സന്തോഷം അവൾക്ക് കൊടുക്കണം. അവൾക്ക് സന്തോഷമില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? അവള് പറഞ്ഞോ? ഞങ്ങൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജീവിക്കും. അതിനാരുടെ ഇടപെടലൊന്നും വേണ്ട. എപ്പോഴാ നിങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നത്? നാളെ തന്നെ മാറിയാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, കീ ആരുടെ കയ്യിലമ്മേ? സദാശിവത്തിന്റെ കയ്യിലുണ്ട്. വൈകിട്ട് നിങ്ങൾ ചെല്ലുന്ന വിവരം അയാളെ വിളിച്ചു പറയാം. പിന്നെ നീ നാട്ടിലെത്തിയ വിവരം ഉടനൊന്നും പുറത്തു വിടാൻ പറ്റില്ല. കുഞ്ഞിന് 4-5 മാസം ആവാതെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ സിംഗപ്പൂരിലാണെന്ന് തന്നെ കുറച്ചു നാളുകൂടി എല്ലാവരും വിശ്വസിക്കട്ടെ. ഇങ്ങോട്ട് വരാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. നിന്റെ നിർബന്ധത്തിന് വഴങ്ങി തിരിച്ചു വന്നതാന്ന് പറഞ്ഞ് ശബരി വന്നിട്ടുണ്ട്. നിങ്ങൾ എറണാകുളത്തുള്ള വിവരം ശബരിയോട് പറയരുത്. സിംഗപ്പൂരിലാണെന്നേ അവൻ വിശ്വസിക്കാവൂ. മോന്റെ ചോറൂണ് ഗംഭീരമായിട്ട് തന്നെ വിശ്വട്ടം നടത്തി. അച്ഛൻ ആ ചടങ്ങ് നടത്തിയതിന് പിന്നിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. പെട്ടെന്നൊരു മനമാറ്റമൊന്നും വരുന്ന ആളല്ല അച്ഛൻ. അങ്ങനെ ഒരാൾ ഒരിക്കലും സ്വന്തം മകന്റെ ജീവിതം വെച്ച് കളിക്കില്ലായിരുന്നു. നിരഞ്ജനെ നീ ചതിക്കുകയാണെന്ന് അറിഞ്ഞത് മുതലാ വിശ്വേട്ടനിൽ ഈ മാറ്റം വന്നത്. സത്യത്തിൽ അവക്ക് വേണ്ടിയാ കുഞ്ഞിനോടുള്ള മനോഭാവത്തിൽ പോലും മാറ്റം വരുത്തിയത്. എന്തിന്? നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ കുഞ്ഞിനെ തള്ളിക്കളയില്ല എന്ന് ഉറപ്പ് തരികയായിരുന്നു വിശ്വട്ടൻ. തെറ്റുപറ്റാത്തതായിട്ട് ആരാ മോനെ ഉള്ളത്? എന്നോട് ചെയ്തത് തെറ്റായിരുന്നു സമ്മതിച്ചോ? അതുകൊണ്ടല്ലേ നീ സ്വീകരിച്ച കുഞ്ഞിനെ പേരക്കുട്ടിയായി അംഗീകരിച്ചതും കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തതും? ഇനിയെങ്കിലും നീ അച്ഛനെ ശത്രുവായി കാണരുത്. പിന്നെ നിരഞ്ജനെ ഭാര്യയായി അംഗീകരിച്ച് നിങ്ങൾ സുഖമായി ജീവിക്കണം. അച്ഛനും അമ്മയ്ക്ക് സന്ദർഭം പോലെ നിറം മാറാം. നാണം കെട്ട കളികൾ കളിച്ചും ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സഹതാപം എനിക്ക് നിങ്ങളോട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ശ്രുതിക്ക് ഒരു മാനസാന്തരവും വരില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ അഭിനയം ഒന്ന് നിർത്ത്. അർച്ചനയെ വിട്ട് മറ്റൊരു പെണ്ണും എന്റെ മനസ്സിലുണ്ടാവില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും അവളെ എന്റെ മനസ്സിൽ നിന്ന് മാച്ച് കളയാനും പറ്റില്ല. അമ്മ കരുതും പോലെ നിരഞ്ജനെയും കുഞ്ഞിനെയും ഓർത്തല്ല ഞാൻ തിരിച്ചു വന്നത്. ഒരിക്കലും കെട്ടിറങ്ങാത്ത കുറ്റബോധം കൊണ്ടാ. അർച്ചന എവിടെ ഉണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടെത്തും. എത്ര കാലമെടുത്താലും. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി എനിക്കത് ചെയ്തേ തീരുവമ്മേ. അച്ഛനെയാ ഫൈസി. ഹലോ അർച്ചന. സർ, എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. ആഹാ, ഹാപ്പി ന്യൂസ് ആണല്ലോ. കൺഗ്രാചുലേഷൻസ് അർച്ചന. താങ്ക് യു സർ. എനിക്ക് സന്തോഷം പങ്കിടാൻ സാറും മാഡവും മാത്രമല്ലേ ഉള്ളൂ. അർച്ചനയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. പത്തനംതിട്ട ജില്ലയിലെ പോസ്റ്റിംഗ്. 2-ാം തീയതി ജോയിൻ ചെയ്യണം. അപ്പോ അർച്ചനയുടെ ഏറ്റവും വലിയ സ്വപ്നം സഫലമായല്ലേ? അങ്ങനെ തന്നെ പറയാം സർ. പിന്നെ സാറിത് മനസ്സിൽ തന്നെ വെച്ചേക്കണം. വിശ്വനാഥൻ സാർ അറിയരുത്.
അർച്ചനയ്ക്ക് ജോലി കിട്ടിയത് വിശ്വനാഥ് സാർ അറിയണം. പോസ്റ്റിംഗ് എവിടെയാണെന്ന് അറിയാതിരുന്നാ പോരെ. അത് മതി സർ. അർച്ചനയോട് എനിക്കിപ്പോ ബഹുമാനമാണ് തോന്നുന്നത്. ഒരു തീക്കടൽ തനിയെ നീന്തി കടന്നു. ഇനി എന്നും തനിക്ക് നല്ലതേ വരും. താങ്ക് യു സർ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ആദ്യം അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ എന്തെങ്കിലും സഹായം ആവശ്യം വന്ന സാറിനെ അല്ലാതെ ഞാൻ വേറെ ആരെ വിളിക്കാനാ? എന്നാ ശരി സർ, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി അർച്ചന. ആരുടേതാണെങ്കിലും മനസ്സ് നല്ലതാണെങ്കിൽ ഒടുവിൽ അവരൊരു കര പറ്റും. അത് തന്നെ അർച്ചനയുടെ കാര്യത്തിലും സംഭവിച്ചു. ഇനി അവൾക്ക് നല്ല കാലം തന്നെയാവും. അപ്പോഴും ഫൈസി മറന്നുപോയൊരു കാര്യമുണ്ട്. സുധിയും അർച്ചനയും ഇനി ബാങ്ക് ഉദ്യോഗസ്ഥരാ. അവരെ ഏതൊക്കെ ബാങ്കിലാണെന്നും അറിയില്ല. പക്ഷെ അവര് തമ്മിൽ കണ്ടുമുട്ടാതിരിക്കട്ടെ. വിധി അങ്ങനൊരു അധ്യായം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതും സംഭവിക്കും. വിളിച്ചോ വിശ്വട്ടാ? അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അയ്യോ, അതെന്താ അങ്ങനെ? പോയിട്ട് അവള് വിശ്വട്ടിനെ ഒന്ന് വിളിച്ച പോലും ഇല്ലല്ലോ. ഞാൻ പലതവണ അവളുടെ നമ്പർ ട്രൈ ചെയ്തതാ. ആദ്യമൊക്കെ റിംഗ് ഉണ്ടായിരുന്നു, പിന്നീടാ സ്വിച്ച് ഓഫ് ആയത്. ശ്ശോ. എനിക്ക് തോന്നുന്നത് ഇനി നമ്മളുമായി ഒരു ബന്ധം അവൾ ആഗ്രഹിക്കുന്നില്ലെന്നാ. എന്താ വിശ്വട്ട അങ്ങനെ പറയുന്നത്? ഈ ജന്മം നമുക്ക് അവളെ മറക്കാൻ കഴിയോ? അവള് നമ്മളെ മറക്കാൻ ശ്രമിക്കുന്നതാ. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാ നമ്മുടെ തെറ്റ്. അങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അവൾക്ക് പറ്റില്ല. നമ്മളത് അനുവദിച്ചു കൊടുത്തിട്ട് വേണ്ടേ? അർച്ചന എവിടെ എങ്ങനെ ജീവിക്കുന്നെന്ന് നമുക്ക് അറിഞ്ഞേ തീരൂ. എന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മ അവള്. ജയന്തി ആവേശം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. വിശ്വട്ടൻ പറയുന്നത് അർച്ചനയുമായി ഒരു ബന്ധം വേണ്ടെന്നാണോ? അവളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായി ഒന്നും ഉണ്ടാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് അവകാശമാണ് നമുക്ക് അർച്ചനയിലുള്ളത്? 2-3 ദിവസം കൂടി ഞാൻ കാത്തിരിക്കും. അവളെ വിളിച്ചില്ലെങ്കിൽ അവളെ തെരഞ്ഞ് ഞാൻ പോവും വിശ്വട്ടാ. മണ്ടത്തരം പറയാതിരിക്കും ജയന്തി. സുധിയുടെ നിലവാരത്തിലേക്ക് എത്തിയോ ജയന്തിയും? അവളെ അന്വേഷിച്ച് രാജപ്പന്റെ വീട്ടിൽ പോകാൻ കഴിയുമോ നമുക്ക്? അവിടെ ചെന്ന് നമ്മൾ എന്ത് പറയും? നിന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അർച്ചനയെന്നോ? ആ വീട്ടുകാർക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. അർച്ചനയെ കുറിച്ച് എനിക്ക് അറിഞ്ഞേ തീരൂ. ഒരിക്കൽ അവളെ കണ്ടുപിടിച്ച വിശ്വേട്ടന് ഇനി അവൾ എവിടെ പോയിന്ന് കണ്ടുപിടിക്കാനും കഴിയും. ഇതാണ് നമ്മുടെ തേജസ് വീട്. കൊള്ളാം സുധി. സത്യത്തിൽ നമ്മൾ മൂന്നാറിലേക്ക് പോകേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒളിവ് ജീവിതം താനല്ലേ തിരഞ്ഞെടുത്തത്. ഡാ, നമ്മൾ പുതിയ വീട്ടിലെത്തി. താൻ പാടോ. ആ, അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വീട് കുറച്ച് പഴയതാ. നമുക്കിതൊരു ഇടത്താവളമല്ലേ. 5-6 മാസം കൂടി ഇവിടെ ജീവിക്കുമ്പം മോനെയും കൊണ്ട് തിരിച്ചു പോകാനുള്ള സമയമാവും. ആ, സുധി മോനെയും കൊണ്ട് റൂമിലേക്ക് ചെല്ല. ഞാൻ കാറിൽ നിന്ന് ബാഗൊക്കെ എടുത്തു വെക്കാം. താനിപ്പോൾ ആ ജോലിയൊന്നും ചെയ്യണ്ട. ആദ്യം ഐശ്വര്യമായിട്ടൊരു ചായ ഉണ്ടാക്കിക്കൊണ്ടുവാ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആ ജോലിയൊക്കെ ചെയ്യാം. സുധി ഇവനെ ഒന്ന് എടുക്കാം. ഞാൻ കിച്ചണൊക്കെ നോക്കിയിട്ട് വരാം. പോയിട്ട് വാ. എല്ലാം സദാശിവം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി ബാങ്ക് ഉദ്യോഗസ്ഥയായിരിക്കുന്നു.
ഇത് ഇവിടം കൊണ്ട് തീരില്ല മണിയാശനെ. ഇനി ഈ റോസ്മലയിൽ ഒരു ഡോക്ടർ കൂടി ഉണ്ടാവും. അമ്പിളിമോടെ കാര്യമല്ലേ അശോകൻ പറഞ്ഞത്? അത് നടക്കും. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. വരുന്നതെല്ലാം മഹാഭാഗ്യമെന്നേ എൻ്റെ മനസ്സിലുള്ളൂ. അവള് പഠിക്കാൻ മിടിക്കല്ലോ രായപ്പ. അവളെ എവിടെ എത്താൻ ആഗ്രഹിച്ചോ അർച്ചന അവളെ അവിടെ കൊണ്ടെത്തിക്കും. അപ്പോ അർച്ചന നാളെ പോവല്ലേ? അതെ അശോകൻ ചേട്ടാ. പത്തനംതിട്ട ആകുമ്പോ നമ്മുടെ അടുത്ത ജില്ലയല്ലയോ? നല്ല സ്ഥലമാണ് റാന്നി. അവിടുത്തെ താമസ സ്ഥലത്തെക്കുറിച്ച് വല്ല രൂപം ഉണ്ടായോ? അവിടെ ചെല്ലട്ടെ. തൽക്കാലം ബാങ്കിലുള്ള ആരുടെയും കൂടെ കഴിയാം. കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് പോയി വല്ല ഹോസ്റ്റലും തരപ്പെടുത്താമായിരുന്നു. ഹോസ്റ്റലൊന്നും കിട്ടിയില്ലെങ്കിൽ അർച്ചന ജോയിൻ ചെയ്ത് തിരിച്ചു വാ. വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. നമ്മുടെ ജോണി റാന്നിക്കാരന് അച്ഛൻ അറിയില്ലേ? അവന്റെ കാര്യം ഞാനും ആലോചിച്ചതാ. കൂടെ രായപ്പം പോകുന്നില്ലയോ? അവളെ തനിച്ചെങ്ങനെ അയക്കുന്നേ? അവള് തനിച്ചു വെക്കോളോന്നാ പറഞ്ഞത്. മുമ്പ് ജോലിക്ക് പോയതും തനിച്ചല്ലേ? ഈ മധുരം അവള് തന്നതാ. പക്ഷേ ചില വിധിലെങ്ങും നിക്കില്ലേരായപ്പാ. അവളും ജോലി കയറട്ടെ. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. പിന്നെ നാളെ രാത്രി നമുക്കൊന്ന് കൂടണം, ഈ മുറ്റത്ത് തന്നെ. അത് ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാ. അതാ നല്ലത്. എനിക്കിനി അറിയിക്കാൻ ആരാ ഉള്ളത്? മനസ്സിൽ ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്ന രണ്ടുപേരാ ഉള്ളത്. ഫൈസി സാറും ഹിമ മാഡവും. രണ്ടുപേരെ ഞാൻ വിളിച്ചു പറഞ്ഞു. വലിയ സന്തോഷത്തിലാ ഹിമ മാഡം. അച്ചുവേച്ചിക്ക് ഇനി ഒരു താമസ സ്ഥലം കൂടി റെഡിയായി കിട്ടിയാ ഞങ്ങളുടെ ടെൻഷൻ തീർന്നേനെ. അത് പെട്ടെന്ന് കിട്ടുമോ അച്ചുവേച്ചി? അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മോളെ. റാന്നിയിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലൊക്കെ ഉണ്ടാവുമല്ലോ. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇവൾ ഇതിനേക്കാൾ ദൂരത്ത് പോയി ജോലി ചെയ്തല്ലേ മോളെ? മൂന്നാർ എവിടെ കിടക്കുന്നു? റാന്നി ഇവിടെ അടുത്തല്ലേ? വേണമെന്ന് വെച്ചാ ഒന്ന് പോയിട്ട് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? നിനക്കിത് എന്താടി പറ്റിയത്? ഇക്കണക്കിന് അഡ്മിഷൻ കിട്ടിയാ നീ പോവില്ലല്ലോടി. ഇനി എനിക്കിത് മനസ്സിൽ കൊണ്ട് നടക്കാൻ വയ്യ. അച്ചുവേച്ചി മൂന്നാറിൽ എന്ത് ജോലിക്ക് പോയെന്നാ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? മോളെ, അത് എല്ലാരും ഇനിയെങ്കിലും അത് അറിയണം. നിങ്ങളൊക്കെ കരുതുന്ന പോലെ ടീ ഫാക്ടറിയിൽ അക്കൗണ്ടന്റ് ജോലിയൊന്നും ആയിരുന്നില്ല അച്ചുവേച്ചിക്ക്. പിന്നെ നീ എന്തൊക്കെയാ മോളെ ഈ വിളിച്ച് പറയുന്നേ? പറ മോളെ. അവിടെ ഒരു പണക്കാരുടെ വീട്ടിൽ വീട്ടുജോലിക്കാ എന്റെ അച്ചുവേച്ചി പോയത്. എച്ചിൽ പാത്രം കഴുകിയ അച്ചുവേച്ചി മാസാമാസം രൂപ അയച്ചു തന്നത്. എന്റെ ദൈവമേ, സത്യമാണോ മോളെ ഇവള് പറയുന്നത്? ശമ്പളം വാങ്ങി ചെയ്യുന്ന ഏത് ജോലിക്കും അന്തസ്സില്ലേ കുഞ്ഞമ്മ? നമ്മള് വീട്ടിൽ ചെയ്യുന്ന ജോലിയല്ലേ, അത് പിന്നെ എവിടെ ചെയ്താലെന്താ? എങ്കിലും ഇത് കുറച്ച് കടന്നുപോയി മോളെ. എനിക്ക് അന്നേരം ഒരു ജോലി വേണമായിരുന്നു. എന്റെ രക്ഷയെ കൂടി കരുതിയ ഞാൻ പോയത്. അവര് നല്ല ആളുകളായിരുന്നു. ഇവിടുത്തെ ഓരോ വിഷമങ്ങൾ അറിഞ്ഞപ്പോ കൈ അയച്ച് സഹായിച്ചു. ശമ്പളത്തേക്കാൾ കൂടുതൽ പണം തന്നു. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ? ചിറ്റപ്പം കൂടി കിടപ്പിലായപ്പോ നമ്മൾ എന്ത് ചെയ്തേനെ? എങ്കിലും ഒരു വാക്ക് പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോളെ. പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞമ്മ പോവാൻ സമ്മതിക്കുമായിരുന്നോ? അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് വലിയൊരു പരീക്ഷണ ഘട്ടം നമ്മൾ തരണം ചെയ്തു. ഇനി ഈ വിഷയം ഇവിടെ ആരും സംസാരിക്കരുത്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും പോട്ടെ. പിന്നെ കുഞ്ഞമ്മേ, ചിറ്റപ്പൻ ഒരിക്കലും ഇത് അറിയരുത്. എന്നാലും അച്ചുവേച്ചി മോളെ, ആ